കൊണ്ടുകൂടെ വന്നപ്പോൾ ഇതൊന്നും എന്നിട്ട് അവൻ പറഞ്ഞില്ല. കാര്യം അവൻ വന്നേരം കിടന്ന്. അപ്പം ഞാൻ ചോദിച്ചു വന്നാൽ എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ പറയും. ഇതൊന്നും കഴിക്കാതെ ഭയങ്കര കിടന്ന് കുട്ടികളെ കൊണ്ട് ഐസ് കട്ടയൊക്കെ എടുക്കണം, തല വേദനിക്കണം, തല വെക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ചെയ്തു. എന്ത് കാരണമെന്ന് അറിയാൻ പറ്റില്ല. പിന്നീട് പറഞ്ഞു എനിക്ക് ഒട്ടും വയ്യ, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ എന്ത് വന്നാലും സ്കൂളിൽ എന്ത് നടന്നാലും ട്യൂട്ടർ എന്ത് കാര്യം ഉണ്ടെങ്കിലും അവൻ എൻ്റെ അടുത്ത് വന്ന് പറയും, എല്ലാ കാര്യം പറയും. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചാൽ പറഞ്ഞു എന്നാണ് കാണാൻ എന്നെ ദേവൻ ഒരു പയ്യ എന്നെ കൊണ്ടിട്ട് പൂട്ടിയിട്ട് എന്നെ ഒരുപാട് ഉപദ്രവിക്കുകയും ചെയ്ത് എനിക്ക് തലയൊക്കെ ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് എനിക്ക് എന്നെ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിന് ശേഷമാണ് മോനെ വിളിച്ചത് 5 മണിയായപ്പോൾ ഞാൻ അങ്ങനെ സ്റ്റേഷനിൽ ചെന്ന് ഈ നടന്ന കാര്യങ്ങളെല്ലാം സ്റ്റേഷനിൽ പറഞ്ഞ് അവർ ബുക്കിലെഴുതി, പേപ്പറിൽ എഴുതിയില്ല, ബുക്കിലെഴുതി ഞങ്ങളെ ഫോൺ നമ്പർ എൻ്റെ സഹോദരൻ്റെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്ത് ഇത് വിളിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുകയും ചെയ്തു. ഞങ്ങൾ അവനെയും കൊണ്ട് നേരെ അവൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ വണ്ടിയിൽ പെട്ടെന്ന് അവനെ ചെറിയ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾ ഇവിടെ കൊണ്ട് പറ്റൂല, അവൻ ഛർദ്ദിക്കുകയും കൂടി ചെയ്തു. അപ്പോൾ തലയ്ക്കാണ് അടി കിട്ടിയ വല്ല കുഴപ്പമെന്ന് വിചാരിച്ച് അവരൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 10 മണിയാവും. അവിടെ നിന്ന് വന്നിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ട് ചെന്നപ്പോൾ തന്നെ അവർ സ്കാനിങ് ഒക്കെ ചെയ്തു. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ പരാതി താന്ന് പറഞ്ഞു. അപ്പോൾ മോൻ പറഞ്ഞു ഇനി പരാതി കൊടുക്കാൻ ഞാൻ പോകണില്ല, പരാതി ഇമ്മ കൊടുക്കണ്ട, എനിക്ക് നാളെ പഠിക്കാൻ പോകുമ്പോൾ ഇനി അമ്മമാർ ശല്യം ചെയ്യണമെങ്കിലാന്നൊരു ആദ്യത്തെ സംഭവത്തിന് ശേഷം അവന് പേടിയാണ്. അതുകൊണ്ടാണ് അവൻ പുറത്തൊന്നും ഇറങ്ങാതിരുന്നത്. അങ്ങനെ വീട്ടിൽ വന്നാൽ അങ്ങനെ പുറത്തൊന്നും പോകില്ല, വീട്ടിനകത്ത് തന്നെ നിൽക്കും. അന്ന് പിന്നെ എന്താണെന്നുള്ള ഒരു ഇത് അറിഞ്ഞില്ല.